നമസ്കാരം. നരേന്ദ്രമോദി ശബരിമലയിൽ മുൻമന്ത്രിയും VIP-കളും അടക്കം അറസ്റ്റിലാകും. സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ അത് പുറത്തേക്ക് വരാൻ പോകുന്നു. കേസെടുക്കാൻ എത്തുന്നത് ED-യുടെ പ്രത്യേക സംഘം. മോദിയുടെ നേരിട്ടുള്ള അനുമതി, നേരിട്ടുള്ള ഇടപെടൽ, ശബരിമലയിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശബരിമലയിലേക്ക് മോദി തന്നെ അവസാനം ഇറങ്ങുകയാണ്. പ്രത്യേക സംഘം വരുന്നു. കേന്ദ്ര ഏജൻസികൾ ശബരിമലയിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിണറായി സർക്കാർ സത്യത്തിൽ വിറച്ചു പോകുന്നു ഈ കേന്ദ്രാനുമതി കണ്ടിട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുൻ മന്ത്രിയും VIP-കളും അടക്കം അറസ്റ്റിലാകും. സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടത്തിയവർ, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. കേസെടുത്ത് അന്വേഷണം തുടങ്ങുവാൻ കൊച്ചി വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയും ലഭിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ED പ്രാഥമിക വിവര റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ശബരിമല കൊള്ള പുതിയ തലത്തിലെത്തും. പ്രത്യേക അന്വേഷണ സംഘം മൂടിവെക്കാൻ ശ്രമിച്ച തെളിവുകൾ ED പുറത്തെടുക്കുമെന്ന ഭീതിയിലാണ് പല പ്രമുഖരും. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്നവരെല്ലാം ആശങ്കയിലാകും. ED കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെയാകും അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുക. എന്നാൽ പോറ്റിയിൽ മാത്രം ഇത് അവസാനിക്കില്ല. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ED-യുടെ പ്രാഥമികമായ കണ്ടെത്തൽ. ചെന്നൈയിലെ സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരി, ബല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക രേഖകൾ ED അരിച്ചു പറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമ്മതത്തോടു കൂടിയാണ് ED-യുടെ ഈ വരവ് പോലും. ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസിൽ രാഷ്ട്രീയ ഉന്നതർക്കും പങ്കുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള A. പത്മകുമാർ, N. വാസു, PS. പ്രശാന്ത് എന്നിവരിലേക്ക് അന്വേഷണം വീണ്ടും നീളും. കോടതിയിൽ നിന്ന് രേഖകൾ കൈക്കലാക്കാൻ ED നടത്തിയ നീക്കത്തെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർത്തിരുന്നു. എതിർപ്പ് തള്ളി ഡിസംബർ 19-ന് കോടതി രേഖകൾ ED-ക്ക് കൈമാറാൻ ഉത്തരവിടുകയായിരുന്നു. പ്രവാസി വ്യവസായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ED ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ചെന്നിത്തലയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച പ്രവാസി വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിക്കാൻ പോകുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED നീങ്ങുകയാണ്. കൊച്ചി ED അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ നിശ്ചയിക്കും. അതിനുശേഷം ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു, KS ബൈജു, D. സുധീഷ് കുമാർ എന്നിവരെയും ചോദ്യം ചെയ്യുന്നതോടെ ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വെളിച്ചത്ത് വരും. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ജീവനക്കാരനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന തുടക്കം മുതലേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ മുൻ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലുണ്ട്. സ്വർണ്ണക്കടത്തിനും അതിലൂടെ ഉണ്ടായ കള്ളപ്പണ ഇടപാടുകൾക്കും വലിയൊരു ഉന്നതതല ശൃംഖല തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ED-യുടെ സംശയം. പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ തൊടാൻ ഭയന്ന ഈ ഉന്നതരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ED-യുടെ വരവ്. അതിന് പ്രത്യേക അനുമതി നരേന്ദ്രമോദി നൽകുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ശബരിമലയിലേക്ക് നരേന്ദ്രമോദി വരുന്നു എന്ന്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള A. പത്മകുമാർ, N. വാസു തുടങ്ങിയവരിലേക്ക് ED അന്വേഷണം നീളുമെന്ന് സൂചന നൽകി കഴിഞ്ഞു. കേവലം മോഷണമല്ല, മറിച്ച് ആസൂത്രിതമായിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നത് എന്ന് ED കണ്ടെത്തിയാൽ അത് പിണറായി സർക്കാരിന് വലിയ പ്രഹരമാകും. ഭക്തിയെയും വിശ്വാസത്തെയും വിറ്റ് കാശാക്കിയ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇനി ED-യുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുമെന്നാണ് വിലയിരുത്തൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശബരിമലയിലേക്ക് ഇതുവരെയും ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടന്നിട്ട് പോലും അതിലും വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി പല ഉന്നതരിലേക്കും അന്വേഷണം എത്താതിരിക്കുവാൻ നടത്തിയ ഒരു വലിയ രീതി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നേരിട്ട് ശബരിമലയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വളരെ കൃത്യമായി ശബരിമലയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അയക്കുന്നു. കേന്ദ്ര അനുമതികളോടും കേന്ദ്ര ഏജൻസി എത്തപ്പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവിടെ അന്വേഷണം ആരംഭിച്ചു കഴിയുമ്പോൾ മുൻ മന്ത്രിമാരടക്കമുള്ള VIP-കൾ അകത്താകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികളുണ്ട്, അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളുണ്ട്. ഇതെല്ലാം കൃത്യമായി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിന്റെ സത്യം അറിയേണ്ടതുണ്ട്. അതിന് ഇനി ദിവസങ്ങൾ മാത്രം മതിയാകും.